ലോകത്തിന്റെ മേൽക്കൂരയെന്നും ഏഷ്യയുടെ നട്ടെല്ലെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയൻ നിരകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഹിന്ദുക്കുഷ് ഹിമാലയൻ മേഖലയിലെ മഞ്ഞുപാളികൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ മുതൽ മ്യാൻമർ വരെ വ്യാപിച്ചുകിടക്കുന്ന ഈ പർവ്വതനിരകളിലെ മഞ്ഞുരുകൾ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ 200 കോടിയോളം വരുന്ന ജനങ്ങളുടെ കുടിവെള്ളവും കൃഷിയും അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പാണ് രാജ്യാന്തര ഗവേഷണ ഏജൻസികൾ നൽകുന്നത്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് പുറത്തുവിട്ട HKH സ്നോ അപ്ഡേറ്റ് 2026 പ്രകാരം 2025 നവംബർ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ ഹിമാലയൻ മേഖലയിലെ മഞ്ഞിന്റെ സാന്നിധ്യം സാധാരണയേക്കാൾ 27.8% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ഞു വീണതിനു ശേഷം അത് എത്ര കാലം ഭൂമിയിൽ അവശേഷിക്കുന്നു എന്നതിനെയാണ് സ്നോ പെർസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പർവ്വതങ്ങളുടെ ആരോഗ്യത്തെയും വരാനിരിക്കുന്ന വേനൽക്കാലത്തെ ജലലഭ്യതയെയും അളക്കുന്ന പ്രധാന മാനദണ്ഡമാണിത്. മഞ്ഞുവീഴ്ച കുറയുന്നത് വെറുമൊരു കാലാവസ്ഥാ വ്യതിയാനമല്ല, മറിച്ച് ഏഷ്യയുടെ ജലസുരക്ഷയുടെ തകർച്ചയാണ്. ഹിമാലയത്തിൽ നിന്നൊഴുകുന്ന നദികളെ ആശ്രയിച്ചു കഴിയുന്ന ജനതയ്ക്ക് വരാനിരിക്കുന്നത് കൊടും വരൾച്ചയുടെ നാളുകളായിരിക്കും. കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹിന്ദുക്കുഷ് ഹിമാലയൻ മേഖലയിലെ 12 പ്രധാന നദീതടങ്ങളിലെ വാർഷിക നീരൊഴുക്കിന്റെ 1/4 ഭാഗവും നിയന്ത്രിക്കുന്നത് കാലാനുസൃതമായുണ്ടാകുന്ന മഞ്ഞുവീഴ്ചയാണ്. കാബൂൾ മുതൽ കൊൽക്കത്ത വരെ വ്യാപിച്ചുകിടക്കുന്ന കൃഷി, ജലവൈദ്യുത പദ്ധതികൾ, കുടിവെള്ള വിതരണം എന്നിവ ഈ മഞ്ഞുരുകലിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് സമ്മിശ്രമായ സൂചനകളാണ് നൽകുന്നത്. ഈ വർഷം ഗംഗാ നദീതടത്തിൽ മഞ്ഞിന്റെ സാന്നിധ്യം സാധാരണയേക്കാൾ 16.3% അധികമായിരുന്നു. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വലിയൊരു അപകടത്തിന്റെ നിഴലിലാണ് രാജ്യം. കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി മഞ്ഞുവീഴ്ചയിൽ കുറവുണ്ടായതിനു ശേഷമാണ് ഈ ചെറിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 2003 ശേഷം 14 തവണയാണ് ഈ മേഖലയിൽ മഞ്ഞുലഭ്യതയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയത്. മഞ്ഞുവീഴ്ച കുറയുന്നത് പർവ്വതനിരകളിലെ ജനങ്ങളെ മാത്രമല്ല, സമതലങ്ങളിൽ കഴിയുന്ന കോടിക്കണക്കിന് മനുഷ്യരെയും നേരിട്ട് ബാധിക്കും. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചൈനയിലെയും കാർഷിക മേഖല ഹിമാലയൻ നദികളെയാണ് ആശ്രയിക്കുന്നത്. ജലലഭ്യത കുറയുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. ഹിമാലയൻ നദികളിലെ ജലവൈദ്യുത പദ്ധതികൾ തടസ്സപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് വീടുകളെ ഇരുട്ടിലാക്കിയേക്കാം. ഉപരിതല ജലം കുറയുന്നതോടെ ഭൂഗർഭജലത്തിന്റെ അമിതമായ ഉപയോഗം വർദ്ധിക്കും. ഇത് ഭാവിയിൽ കുടിവെള്ള സ്രോതസ്സുകൾ പൂർണ്ണമായും വറ്റാൻ ഇടയാക്കും. ശാസ്ത്രലോകത്തിന്റെ നിർദ്ദേശങ്ങൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ICIMOD റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഹിമാലയൻ നദികൾ പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിൽ ജലവിനിയോഗത്തിൽ കൃത്യമായ ധാരണയുണ്ടാകണം. പ്രളയവും വരൾച്ചയും മുൻകൂട്ടി അറിയാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പർവ്വതമേഖലകളിൽ സ്ഥാപിക്കണം. പെയ്യുന്ന മഴവെള്ളം സംഭരിക്കാനും ഭൂഗർഭജലം റീചാർജ് ചെയ്യാനുമുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം. ഹിമാലയത്തിലെ മഞ്ഞ് കേവലമൊരു പ്രകൃതി ഭംഗിയല്ല, മറിച്ച് ഏഷ്യയുടെ ജീവരക്തമാണ്. 2026 ഈ കണക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന വലിയൊരു ജലയുദ്ധത്തിലേക്കോ അതോ വറുതിയിലേക്കോ ഉള്ള ദൂരം കുറഞ്ഞു വരികയാണ്. പ്രകൃതിയെ കരുതലോടെ സംരക്ഷിച്ചില്ലെങ്കിൽ ഏഷ്യയുടെ വാട്ടർ ടവർ വെറും മൺകൂനയായി മാറാൻ അധികകാലം വേണ്ടിവരില്ല.